നമസ്കാരം. ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിർഭയവും നിഷ്പക്ഷവും ആയ നീതിന്യായ വ്യവസ്ഥയുടെ വിശേഷങ്ങൾ പറയാമെന്ന് കരുതിയാണ്. അതിനുണ്ടായ കാരണം ഇപ്പോൾ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്, ബുധനാഴ്ചയായിരിക്കണം, വ്യാഴാഴ്ചത്തെ ചില പത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാള മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല, ചില ഉത്തരേന്ത്യൻ പത്രങ്ങളിലൊക്കെ വന്നു. ആ കോടതി വിധി നമ്മൾക്കൊരു ചിന്തിക്കാനുള്ള ഒരു വഴി തുറന്നു തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് നോക്കാമെന്ന് കരുതിയാണ്. നമ്മുടെ കോടതികൾ എത്രമാത്രം നിഷ്പക്ഷവും നിർഭയവുമായാണ് ഓരോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു കണ്ണാടിയാണത്, ആ വിധികൾ. അതിന് കഴിഞ്ഞ 32 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. രാജസ്ഥാനിലെ അജ്മീർ ദർഗ, വളരെ ഫേമസ് ആയിട്ടുള്ള അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് അതിൽ ഉൾപ്പെട്ടത്. അവരൊക്കെ കോൺഗ്രസ് പാർട്ടി നേതാക്കളും കൂടിയായിരുന്നു. അങ്ങനെയുള്ള അവരുൾപ്പെട്ട ഒരു കേസാണ് ഇപ്പോൾ 32 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നത്. കേസ് നിസ്സാര കേസാണ്. ഒരു 250ഓളം പെൺകുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു, ഭീഷണിപ്പെടുത്തി ഒക്കെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. 250ഓളം പെൺകുട്ടികളെ. ഈ അജ്മീറിൽ തന്നെയുള്ള സരസ്വതി വിദ്യാനികേതനം, അങ്ങനെ ഏതോ ഒരു സ്കൂളാണ്, അവിടുന്ന് 250ഓളം വരുന്ന പെൺകുട്ടികളെ റേപ്പ് ചെയ്തു എന്നതാണ് കേസ്. പോക്സോ കേസാണ്. നേരത്തെ പണ്ടത്തെ ആയതുകൊണ്ട് അതിൻ്റെ നിയമം ഒന്ന് വേറെ ആയിരിക്കണം. ഇന്നത്തെ പോസ്കോ അല്ല അന്നത്തെ പോസ്കോ. അങ്ങനെയൊക്കെ ആയിരിക്കും അത് പോയത്. എന്തും ആവട്ടെ, ഇപ്പോൾ 32 വർഷത്തിന് ശേഷം അതിൽ വിധി വന്നു. കേസിൻ്റെ മെറിറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ജുഡീഷ്യറിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ കൽക്കട്ടയിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അതിനെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കേസ് ഏത് വഴി പോകുമെന്നും എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും അതിൻ്റെ പ്രതികളാരെങ്കിലും ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം അധികാരത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രതികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾക്കൊക്കെ സംഭവിക്കുന്നത് ഈ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ അവരുടെ സ്വാധീനമാണ് മെയിനായിട്ടുള്ള കാര്യം. നിയമത്തിൻ്റെ രീതിയല്ല. നിയമത്തിന് ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉണ്ട്, അവരത് കണ്ടുപിടിക്കുന്നു. 250 പെൺകുട്ടികളെ റേപ്പ് ചെയ്ത കേസ് എന്തുകൊണ്ട് ഒരു 3, 4 അല്ലെങ്കിൽ 5 വർഷത്തിനിടയിലൊന്നും വിധിയുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു മുസ്ലിം വിശ്വാസികളാണ് ആ കേസിൽ പെട്ട കുറ്റവാളികൾ. അജ്മീർ ദർഗ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ദർഗയാണ്. മുസ്ലിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അവിടെയുള്ളവർ. അങ്ങനെയൊക്കെ കരുതുന്നു. എല്ലാ മുസ്ലിങ്ങൾക്കും അല്ല കേട്ടോ, ദർഗയൊക്കെ അനുവദിക്കാത്ത മുസ്ലിങ്ങളും ഉണ്ട്. എന്തും ആവട്ടെ, ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ ആളുകൾ പക്ഷേ കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകരുമായിരുന്നു. ആകെ 18 പേരാണ് ആ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അവർ ഓരോ ഘട്ടങ്ങളിൽ കോടതി ഒഴിവാക്കി ഒക്കെ ചെയ്ത് അങ്ങനെ വന്ന് ഇപ്പോൾ 6 പേരുടെ വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 6 പേരാണ് അവസാനം ഉണ്ടായത്. ഈ 6 പേരിലാണ് ഈ കോടതി വിധിക്ക് വേണ്ടി ഇത്ര 32 വർഷം കാത്തിരുന്നത്. 32 വർഷത്തിന് ശേഷമാണ് അവർക്ക് ഇതെന്താണ് തീരുമാനമെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. അവർക്ക് 7 വർഷത്തെ ജയിൽവാസമാണ് വിധിച്ചിട്ടുള്ളത്. എന്നിട്ട്
അതെന്തുമാകട്ടെ, നമ്മളുടെ വിഷയം അതല്ല. കോടതികൾ എന്തുകൊണ്ടാണ് ഇത്ര നിസ്സാരമായ കാലയളവ് ഇതിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കേസ് നടന്ന ഓരോ കാലഘട്ടങ്ങളിലും ഓരോ അവസരങ്ങളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഒരാൾ കൂടി കുറേ വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തു, വീണ്ടും കുറച്ച് കാലം കൂടി കഴിഞ്ഞ് ഒരാൾ വന്ന് കീഴടങ്ങുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറേ കൂടി കഴിഞ്ഞ് ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കീഴടങ്ങുന്നു, പിന്നെ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കാലങ്ങൾ എടുക്കുന്നതനുസരിച്ച് ഈ കോടതി വിധി എന്തു പറ്റും, കോടതിയിലെ ട്രയൽ ഇങ്ങനെ നീണ്ടുപോകും. ട്രയൽ നീണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഒരാളെ രണ്ടുപേരുടെ കേസ് തുടങ്ങി 2001 തുടങ്ങി 2003 ആയപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ അഭിഭാഷകന്റെ അഭ്യർത്ഥന പ്രമാണിച്ച് ആദ്യം മുതൽ ഈ കേസിന്റെ വിചാരണകൾ തുടങ്ങണം. ആ സാക്ഷികളെല്ലാം വീണ്ടും വിചാരണ ചെയ്യണം. അങ്ങനെ ഓരോരുത്തരുടെ അവസരങ്ങളിലും ഈ കേസ് വീണ്ടും ആദ്യം മുതൽ ആരംഭിച്ചു, വിചാരണ തുടങ്ങി. അങ്ങനെ അത് ഈ 32 വർഷം നീണ്ടുപോയി. 2018 ഏറ്റവും അവസാനമായി രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് വിചാരണ ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ 24 വിധി വന്നു. കോടതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിലെ കോടതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ പറ്റിയ ഉദാഹരണങ്ങളിൽ വ്യക്തമായി കാണാവുന്ന ഒരു കേസാണിത്. അതുപോലെ തന്നെ വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, ബാർബറി മസ്ജിദ് എന്ന് പറയുന്ന അയോധ്യ കേസ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായ കേസാണ്. അതെങ്ങനെ ഇത്ര കാലം ഉരുട്ടിക്കൊണ്ട് പോകാമെന്നുള്ളത് ഇവിടുത്തെ നിയമജ്ഞരെല്ലാം ആലോചിച്ച് തട്ടിക്കൊണ്ടു പോയിക്കൊണ്ടേയിരുന്നു. വിധി പുറപ്പെടുവിക്കാൻ ശക്തമായ നട്ടെല്ലുള്ള ജഡ്ജിമാരില്ലാതിരുന്നു. അല്ലെങ്കിൽ ശക്തമായ നട്ടെല്ലുള്ള ജഡ്ജിമാർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അവർക്ക് സംരക്ഷണവും എല്ലാം കൊടുക്കാൻ പറ്റിയ കൃത്യമായ ശക്തിയുള്ള, അതുപോലെ പ്രവർത്തിക്കുമെന്നറിയാവുന്ന ഗവൺമെൻറ് ഉണ്ടാവണം. ഗവൺമെൻറ് എങ്ങനെയാണോ അതുപോലെയാണ് അവിടുത്തെ നീതി നടപ്പാക്കപ്പെടുന്നത്. ശക്തമായ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ നിയമങ്ങൾ ശക്തമായി പാലിക്കപ്പെടും. അല്ലാത്തിടത്ത് നിയമം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് കുറ്റവാളികൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാവുകയേ ഉള്ളൂ. എന്നും അങ്ങനെ തന്നെയാണ്. കുറ്റവാളികളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. 1948 മുമ്പ് തുടങ്ങിയ നമ്മുടെ ബാർബറി മസ്ജിദ് കേസിനെ 2019 എത്തിച്ച് വിധി പ്രസ്താവിക്കണമെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അത്രയും കാലം നീണ്ടുപോകാൻ ഇവിടെ ആർക്കിയോളജിക്കൽ വകുപ്പ് കൃത്യമായ രേഖ സമർപ്പിക്കാഞ്ഞിട്ടാണോ? അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റുള്ള രേഖകൾ കൃത്യമായി കിട്ടാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അത് കോടതി അതിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കോടതിക്ക് സംശയങ്ങളാകുന്നു. പിന്നെ അല്ലെങ്കിൽ നട്ടെല്ലുള്ള തീരുമാനമെടുക്കാൻ കഴിവുള്ള ജഡ്ജിമാരില്ലാതെ വരുമ്പോഴും സംഭവിക്കും അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ നട്ടെല്ലുള്ള നിയമജ്ഞരുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായ തെളിവുകളും കൃത്യമായ കാര്യങ്ങളുമുള്ള കേസിൽ പോലും നമുക്ക് തീരുമാനമെടുക്കാൻ ശക്തനായ ഒരു ജഡ്ജി ഉണ്ടാവാറില്ല. അതിന് കാരണം ആ ജഡ്ജിയുടെ ജീവിത സാഹചര്യങ്ങളാവും. ചിലപ്പോൾ മുകളിലെത്തുന്ന ജഡ്ജിമാർക്കുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിൽ അവർ നേരിടുന്ന ഭീഷണികളും ഒക്കെ അനുസരിച്ചാണ് കോടതിയുടെ വിധി വരുന്നതെന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് ബാർബറി മസ്ജിദ്. വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്താണെങ്കിൽ ഇന്നും വരില്ല എന്നുള്ള ഉറപ്പിക്കാവുന്ന ഒരു കേസാണത്. വിധി വരില്ല. അല്ലെങ്കിൽ ജഡ്ജിമാർ അതുപോലുള്ള ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഇത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്കറിയില്ല. ശക്തമായ ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് അതിനെ ഏത് രീതിയിൽ നടപ്പാക്കുമെന്ന് അറിയാവുന്നിടത്ത് മാത്രമേ കോടതി വിധി ഉണ്ടാകുന്നുള്ളൂ. ഈ 32 വർഷം എടുത്ത ഈ കേസിൽ തന്നെ നോക്കൂ, എത്രയോ ആളുകളെ അത് ബാധിക്കുന്നു. ഇതിൻ്റെ വിക്ടിംസ് എല്ലാം ഇപ്പോൾ മുത്തശ്ശിമാരായി പലരുമെന്നാണ് പറഞ്ഞത്. അവരുടെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഞാനൊരു മുത്തശ്ശിയാണ്, ഇനി ഈ കേസിൻ്റെ വിധി വന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്നാണ് ചോദിച്ചത് ആ സ്ത്രീകൾ. അപ്പോൾ ഈ 250 സ്ത്രീകളിൽ 38 പേരൊറ്റയാണ് ആകെ അതിനകത്ത് താല്പര്യത്തോടെ ഇതിന് കേസിന് നടത്താൻ തയ്യാറായുള്ളൂ. അതിൽ അവസാനം വന്നപ്പോൾ 3 പേരേ ഉണ്ടായുള്ളൂ.
3 സ്ത്രീകൾ മാത്രമേ ആ കേസിനെ പൂർണ്ണമായി കേസ് നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയുള്ളൂ, ഇത്രയും കാലം നിലനിന്നുള്ളൂ. അപ്പം നമ്മളുടെ കേസുകളിൽ ഉൾപ്പെട്ട വിക്ടിംസിന് എന്തുമാത്രം നീതിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായ കാഴ്ചയാണ് ആ കാണുന്നത്. അത് എല്ലാത്തരം കേസുകളിലും ശരിയാണ്. ഇപ്പോൾ ബാർബറി മസ്ജിദിൻ്റെ പറഞ്ഞതുപോലെ തന്നെ വേറെ പല കേസുകളുമുണ്ട്. ആ കേസുകളിലൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഇരകൾക്ക് നമ്മൾ നീതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ, അവരുടെ ഇഷ്ടത്തിനുള്ള നീതിയാണ് പലരും നൽകുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ. നട്ടലുള്ള ജഡ്ജിമാരുണ്ടാകത്തിടത്തോളം, അല്ലെങ്കിൽ ഭരണാധികാരികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ശക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും അതിൻ്റേതായ രീതിയിൽ നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ് രാജ്യം പോകുന്നതെന്ന് കാണിക്കാൻ ധൈര്യമുള്ള ഭരണ വക്താക്കളും ഉണ്ടാകാത്തിടത്തോളം നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിഷ്പക്ഷമായും നിർഭയമായും മുന്നോട്ട് പോകാനാവില്ല. നീതിന്യായ വ്യവസ്ഥയും നമ്മളുടെ ഭരണക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കേസൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. ജഡ്ജിമാരെ പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റുമോ? നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിക്കാൻ അവർ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നതേ ഉള്ളൂ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പരിസ്ഥിതികളാണ്. ഇന്ത്യയിൽ എന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അതിന് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണക്രമം അല്ലെങ്കിൽ ഭരണചക്രം തിരിക്കുന്നവർ ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാവണം. കൃത്യമായ നിയമ നടപടികൾ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാവണം. ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് ജനങ്ങൾക്ക് ഈ ഇത്തരം കേസുകളിൽപ്പെട്ട വിക്ടിംസിന് അല്ലെങ്കിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലുള്ള ശക്തമായ നിലപാടുകളുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടാവണം. ഭരണം ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നണം. അതില്ലാത്തിടത്തോളം ഇതുപോലെ 32-42 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞും വിധിയാവാത്ത കേസുകളും ഒക്കെ കൂടുതലുണ്ടാകും. അത് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.